ചില സിനിമകൾ കാണുമ്പോൾ ആ സിനിമയ്ക്ക് എവിടെയാണ് പാളിപ്പോയതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. പക്ഷെ ഈ സിനിമ കണ്ടാൽ എവിടെയാണ് പാളിയതെന്ന് സത്യത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാം തെറ്റില്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കാണികളിലേക്ക് കണക്ട് ചെയ്യാൻ സംവിധായകന് ഇവിടെ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഞങ്ങൾ നോട്ട് ചെയ്ത കുറച്ച് നെഗറ്റീവ് സൈഡ്സ് പറയാം. ടെക്നിക്കലി എഡിറ്റുകൾ കുറച്ചുകൂടി ഷാർപ്പ് ആവണമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം സിനിമ അല്പം കൂടി ഫാസ്റ്റ് ആക്കാമായിരുന്നു. ചില സീനുകൾ ആവശ്യത്തിൽ കൂടുതൽ സിനിമ സ്പേസ് എടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തെ ഒരു മണിക്കൂറോളം ലാലേട്ടൻ സീനിൽ പ്രത്യക്ഷപ്പെടാൻ തന്നെ 1 മണിക്കൂറോളം സമയം എടുക്കുന്നുണ്ട്. ലാലേട്ടനെ കാണാനെത്തിയ ഫാൻസിന് ലാലേട്ടന് വളരെ കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ. അതുമല്ല, കൂടുതലും കാണുന്നത് ലാലേട്ടന് അത്ര യോജിക്കാത്ത വസ്ത്രധാരണത്തിലാണ്. മലയാളിക്ക് മോഹൻലാലിന് ഇഷ്ടം മുണ്ട് മടക്കി കുത്തി വരുമ്പോഴൊക്കെ തന്നെയാണ്. തിയേറ്ററിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്നതും ഈ പറഞ്ഞ ഒന്ന് രണ്ട് സീനുകളിലാണ്. മോഹൻലാൽ എന്ന നടന്റെ മാനറിസമോ സ്റ്റൈലോ ഒന്നും പൂർണ്ണമായി പടത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഫാൻസിന് മതിമറന്ന് രോമാഞ്ചം വരുന്ന നിമിഷങ്ങളൊക്കെ കുറവാണ്. ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട ലാലേട്ടന്റെ ആ സ്റ്റൈൽ അദ്ദേഹത്തിന് അത്ര യോജിക്കുന്നില്ല എന്ന് തോന്നി. സ്റ്റണ്ട് രംഗങ്ങളും ആവറേജ് ആണ്. മോഹൻലാൽ എന്ന നടന്റെ അഭിനയ പാടവം ഒന്നും കാണിക്കാനുള്ള സിനിമയില്ലെങ്കിലും ഫാൻസിന് വേണ്ട ചേരുവകളും കുറവായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക്കും ഏതാണ്ട് ആവറേജ് ആണ്. ലാലേട്ടന് ഒരു ഹുക്കിംഗ് ബിജിഎം ഒന്നും സിനിമയിലില്ല. ചില വിദേശ നടന്മാരൊക്കെ അഭിനയിച്ചിരിക്കുന്നത് തികച്ചും ബോറാണ്. ഒരു ഫാൻ ബോയ് മോഹൻലാൽ എന്ന നടന് നൽകുന്ന ട്രിബ്യൂട്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് സിനിമയെ വിശദീകരിച്ച് കണ്ടിരുന്നത്. എന്നാൽ ഫാൻ ബോയ് നായകനെ പോലെ തന്നെ തോളോട് തോൾ ചേർന്ന് നിന്ന് അല്പം കയ്യടി നേടാനുള്ള ശ്രമങ്ങളൊക്കെ നമുക്ക് കാണും. മേക്കിംഗ് ഒന്നും വലിയ പരാതികൾ പറയാനില്ലെങ്കിലും കാണികളുമായി സിനിമയ്ക്ക് കണക്ട് ചെയ്യാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഫാൻസുമായി കണക്ട് ചെയ്യാൻ. സാധാരണ ഒരു ഫാനിന് ഓർത്തു വയ്ക്കാൻ തക്കതായ ഡയലോഗുകളോ സീനുകളോ ഒന്നും സിനിമയിലില്ല. സിനിമ ആവറേജ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഒരു തവണ കാണാനുള്ള സിനിമയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക.